ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പരിശുദ്ധ സഭ നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാന പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സമാധാനം ആദ്യമേ തന്നെ ആശംസിക്കുന്നു. ഉത്ഥാനം ചെയ്ത കർത്താവ് ഈ ലോകത്തിൽ പരസ്യ ജീവിതം നയിച്ചപ്പോൾ എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ, ആ വാഗ്ദാനങ്ങളെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. ഉത്ഥാനം ചെയ്ത കർത്താവ് എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടോ, ആർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടോ അവിടെയെല്ലാം സമാധാനം ആശംസിച്ചു. ആ സമാധാനം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹത്തിൻ്റെ ജീവിതത്തിൽ, പരിശുദ്ധ സഭയിൽ എന്നും വാഴട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉത്ഥാനം ചെയ്ത കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവൻ ഒരിക്കൽ മാത്രം മരിച്ചു, എന്നേക്കുമായി അവൻ ജീവിക്കുന്നു. അവന് ഇനി മരിക്കുക സാധ്യമല്ല. ഈ ലോകത്തിൽ തന്നെക്കുറിച്ച് പ്രവചിച്ചിരുന്നതൊക്കെയും പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട് പാടുപീഡകൾ അനുഭവിച്ച് അവൻ മരിച്ചു. അവൻ മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തു. അവിടുന്ന് നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ടതുപോലെ അപ്പസ്തോല സമൂഹം അതിന് സാക്ഷികളാണ്. ആ സാക്ഷ്യം ലോകത്തിന് മുഴുവനും അവർ നൽകിയിരിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവ് ഇപ്രകാരമാണ് ഉത്ഥാനം ചെയ്തത്. അതൊരു വലിയ രഹസ്യമാണ്. എന്നാൽ നമ്മൾ ബോധ്യപ്പെട്ടിരിക്കേണ്ടതും, എന്നാൽ അതിനേക്കാൾ ഉപരി യാഥാർത്ഥ്യവുമാണ്. ദൈവവും മനുഷ്യനുമായിരുന്നു കർത്താവ് യേശു മെശിഹ. അതിനാൽ തന്നെ അവനിൽ ശരീരവുമുണ്ട്, ആത്മാവുമുണ്ട്. അവൻ ദൈവീകത മുഴുവൻ പ്രകടമാക്കിയ അവസരങ്ങൾ ഈ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ മരിക്കുന്ന അവസരത്തിൽ, പീഡകൾ അനുഭവിക്കുമ്പോൾ അവൻ തീർത്തും മനുഷ്യനായിരുന്നു. ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ടുന്നത് ഒരു ആവശ്യകതയായിട്ട് തോന്നാതെ അവൻ മനുഷ്യനായി തന്നെ തന്നെ താഴ്ത്തി, മരണം വരെ തന്നെ തന്നെ താഴ്ത്തി എന്ന് ഫിലിപ്പി ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിലൂടെ നാം ധ്യാനിക്കുന്നുണ്ട്. ഇന്നലത്തെ ദിവസത്തിൽ, ദുഃഖവെള്ളിയാഴ്ചയുടെ ദിവസത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി ധ്യാനിച്ചു. കർത്താവ് ശരീരത്തിൽ മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവൻ മരിച്ചു. എന്നാൽ അവനിലെ ദൈവാത്മാവ് മരിച്ചില്ല. ശരീരം കൊണ്ട് അവൻ മരിച്ചു, പക്ഷേ അവനിലെ ദൈവാത്മാവ് മരിച്ചില്ല. അവന്റെ ശരീരം അടക്കപ്പെട്ടു. മരിക്കാത്ത ദൈവാത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ്, പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ആത്മാവ്, മരിക്കാത്ത ആത്മാവ്, മൂന്നാം ദിവസം അവനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനുഷ്യനും
ഇതൊരു വലിയ പ്രത്യാശയാണ്. മനുഷ്യനും ശരീരവും ആത്മാവുമുള്ളവനാണ്. ശരീരവുമുണ്ട്, ആത്മാവുമുണ്ട്. ഈ ശരീരം ഒരിക്കൽ മരിക്കും, ഉറപ്പ്. മനുഷ്യൻ ഒരിക്കൽ മാത്രം മരിക്കണം. എന്നിട്ട് പ്രത്യേകമായിട്ട് പിന്നീടുള്ളത് നിത്യജീവിതം. ലൂക്കോസിന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. സങ്കീർത്തന വചനങ്ങളെ കൂട്ടി ചെയ്തുകൊണ്ടാണ് അവൻ പറയുന്നത്. അവൻ ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടുത്തെ മുമ്പിൽ എല്ലാവരും ജീവിക്കുന്നവർ തന്നെയല്ലോ എന്നാണ് പറയുന്നത്. എല്ലാവരും ജീവിക്കുന്നവർ തന്നെയാണ്. മനുഷ്യന്റെ മുമ്പിലാണ് ഒരു മനുഷ്യൻ മരിച്ചത്. ശരീരം കൊണ്ട് മരിച്ചവരെ നമ്മൾ മരിച്ചവർ എന്ന് കരുതുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ അവർ ജീവിക്കുന്നവരാണ്. അവർ എന്നേക്കും ജീവിക്കുന്നവർ തന്നെ. മനുഷ്യൻ മരിച്ചാലും അവന് പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയാണ് ഉത്ഥാനം ചെയ്ത കർത്താവ് നൽകുന്നത്. അവൻ മരിച്ചു, അവൻ ഉത്ഥാനം ചെയ്തു. നമ്മളും ഒരിക്കൽ മരിക്കും, എന്നാൽ അവനോടൊപ്പം നാമും ജീവിക്കും. അവൻ്റെ രണ്ടാമത്തെ വരവിൽ അവൻ്റെ സ്വരം കേൾക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തോട് ചേരും. അപ്പോൾ നാമും ശരീരത്തോടുകൂടെ തന്നെ ഉയർത്തെഴുന്നേൽക്കും. ഈശോയുടെ ആത്മാവ് കളങ്കമില്ലാത്ത ദൈവഹിതം മാത്രം നിറവേറ്റിയ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ടും വിധേയപ്പെട്ട, ദൈവഹിതം മാത്രം പ്രവർത്തിച്ച് അവനെക്കുറിച്ചുള്ളതായ പദ്ധതി ലോകത്തിൽ പൂർത്തീകരിച്ച് ദൈവത്തിലേക്ക് തിരികെ പോയി. ആ ആത്മാവ് ശരീരവുമായിട്ട് ചേർന്ന് അവൻ ശരീരത്തോടുകൂടി ഉത്ഥാനം ചെയ്തു. ഇതേപോലെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തോട് ചേർന്ന് മഹത്വീകരിക്കപ്പെട്ട് ഉത്ഥാനം ചെയ്യും. ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ ശരീരം മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ്. ലോകത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ ശരീരം തന്നെ, പക്ഷേ അത് മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ്. അടയ്ക്കപ്പെട്ട മുറികളിലേക്ക് അവൻ കടന്നു ചെല്ലുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെയാണ്. ഇതേപോലെ നമ്മുടെ ശരീരവും ഇതേ രൂപത്തിൽ ഉത്ഥാനം ചെയ്യും, പക്ഷേ അത് മഹത്വീകരിക്കപ്പെടുന്നതാണ്. ഇവിടെ എന്താണ് നമുക്ക് നൽകാനുള്ളതായ സന്ദേശം? നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തോട് ചേരുവാൻ തക്കവണ്ണം പരിശുദ്ധമാകിയിരിക്കുകയും അതേപോലെ ശക്തിപ്പെട്ടിരിക്കുകയും ചെയ്യണം. ഈശോയുടെ ആത്മാവ് പവിത്രമായിരുന്നു, ദൈവഹിതം പൂർണ്ണമായിട്ടും നിറവേറിയതായിരുന്നു, യാതൊരു കളങ്കവും ഇല്ലാത്തതായിരുന്നു. നമ്മളുടെ ആത്മാവ് ശരീരത്തോട് ചേരുമ്പോൾ കളങ്കമില്ലാത്തത്, പവിത്രമായത്, ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടത് ആണെങ്കിൽ മാത്രമേ ഈ ശരീരത്തോട് ചേരുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ ഈ ദൈവാത്മാവ് ജീവിക്കുന്നതാണെങ്കിൽ മാത്രമേ ഈ ആത്മാവിന് ഉണർന്ന് ശരീരവുമായി പ്രവർത്തിക്കുന്നതിനായിട്ട് സാധ്യമാകുകയുള്ളൂ. നമ്മുടെ പാപങ്ങൾ വഴി കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും ആചരങ്ങൾ കൊണ്ട് സംസാരിക്കുന്നതും കരങ്ങൾ കൊണ്ട് സ്പർശിക്കുന്നതും കാലുകൾ കൊണ്ട് സഞ്ചരിക്കുന്നതും ബുദ്ധി കൊണ്ട് വിചിന്തനം ചെയ്ത് നിരൂപിക്കുന്നതുമായ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ആത്മാവ് മലിനപ്പെട്ട് കടന്നു പോവുകയാണെങ്കിൽ, ഒരിക്കലും പശ്ചാത്തപിക്കാതെ മാനസാന്തരപ്പെടാതെ കർത്താവിൻ്റെ തിരുശരീരവും അനുഭവിക്കാതെ കടന്നു പോകുന്നതായ ആത്മാവാണെങ്കിൽ അത് എങ്ങനെ
ഉത്ഥാനത്തിൻ്റെ അവസരത്തിൽ ഈ ശരീരവുമായി ഒന്നാകും. അതിനാണ് പറയുന്നത് രണ്ടാം മരണം, ദ സെക്കൻഡ് ഡെത്ത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ആലോചന ചെയ്യുന്നത്. നമ്മളിപ്പോൾ മരിച്ചാൽ ഈ ദൈവാത്മാവ് ദൈവത്തിൽ സമാധാനത്തോടെ ആയിരിക്കുമോ? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ, അവൻ്റെ സ്വരം കേൾക്കുമ്പോൾ നമ്മുടെ ശരീരവും ആത്മാവും ഒന്നായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ആത്മാവ് പവിത്രമാണോ? ഇവിടെയാണ് നമ്മൾ ഭയപ്പെടേണ്ടുന്നത്. ഇതാണ് അവസരം. ഈ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ട് നവീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ ശരീരവും രക്തത്താലും പുഷ്ടി പ്രാപിച്ച് ജീവനുള്ള അവസ്ഥയിൽ, പവിത്രീകരിക്കപ്പെട്ട അവസ്ഥയിൽ ശക്തിപ്പെട്ട് ദൈവത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ ആത്മാവ് ഈ ശരീരവുമായി ഒന്നായിത്തീരും. ഇവിടെയാണ് ഈ ഉത്ഥാന പെരുന്നാളിൻ്റെ ഒന്നാമത്തെ സന്ദേശം. ഒന്ന്, അവൻ ശരീരത്തോടുകൂടി ഉത്ഥാനം ചെയ്തു. നമ്മളും ഒരിക്കൽ ശരീരത്തോടുകൂടി ഉത്ഥാനം ചെയ്യണം. അത് തീർച്ചയാണ്. നമ്മൾ ഒരിക്കൽ ഉത്ഥാനം ചെയ്യും, ജീവിക്കും. എന്നാൽ നമ്മുടെ ആത്മാവ് മലിനപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ ഈ ഉത്ഥാനം സാധ്യമാകാതെ കടന്നു പോകും. അത് എന്നേക്കുമായിട്ടുള്ളതായ മരണമായി മാറും. ഈ ലോകത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച്, എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ച് ദൈവമില്ല എന്ന് വിചാരത്തിൽ കടന്നു പോകുന്നതായ വ്യക്തി ജീവിതങ്ങൾ ഇവിടെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഉത്ഥാനം ചെയ്ത കർത്താവിന് പല രൂപത്തിൽ അവർ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തോട്ടക്കാരൻ രൂപത്തിൽ മഗ്ദലേനക്കാരി മറിയം കണ്ടു. എമ്മാവൂസിലേക്ക് പോയതായ ശിഷ്യന്മാർ വേറൊരു രൂപത്തിൽ കണ്ടു. ഒരു അപരിചിതനെ പോലെ, ഒരു യാത്രക്കാരനെ പോലെ അവർ കണ്ടു എന്ന് പറയുന്നു. ഇതാണ് ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ പ്രത്യേകത. ഉത്ഥാനം ചെയ്ത കർത്താവ് നമ്മുടെ സഭയിൽ ജീവിക്കുന്നു. ഓരോരുത്തർക്കും അവരവർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ സഭയിലൂടെയാണ് ഇന്ന് കർത്താവ് ജീവിക്കുന്നത്. ഉത്ഥാനം ചെയ്ത കർത്താവ് എങ്ങനെയാണ് ആയിരിക്കുന്നത് എന്ന് ആർക്കും പൂർണ്ണമായിട്ടും പറയുവാൻ സാധ്യമല്ല. എന്നാൽ അവൻ ആയിരിക്കുന്നത് പോലെ നമ്മൾ ഒരിക്കൽ കാണുമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് നാം കാണുന്നത് പല രൂപത്തിലാണ് ക്രിസ്തുവിനെ കാണുന്നത്. എമ്മാവൂസിലേക്ക് പോയതായ ശിഷ്യന്മാർ യാത്രക്കാരൻ്റെ രൂപത്തിൽ കണ്ടു. മഗ്ദലേനക്കാരി മറിയം തോട്ടക്കാരൻ്റെ രൂപത്തിൽ കണ്ടു. പരിശുദ്ധ സഭയിലൂടെ ഈ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും. അവൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പല രൂപത്തിൽ അവനായിരിക്കുന്നുണ്ട്. രോഗിയായി കിടക്കുന്നതായ അവസ്ഥകളിൽ, അതേപോലെ തന്നെ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ ആരും നോക്കാനുമില്ലാത്ത കിടക്കുന്നതായ മാതാപിതാക്കന്മാരുടെ രൂപത്തിൽ, ആരാരും നോക്കാനും കാണാനുമില്ലാതെ തള്ളപ്പെട്ട, ഒറ്റയ്ക്കാക്കപ്പെട്ട, പരിത്യജിക്കപ്പെട്ടതായ വ്യക്തി ജീവിതങ്ങളുടെ രൂപത്തിൽ, ഭക്ഷണം കഴിക്കാനില്ലാത്ത അനേകരുടെ രൂപത്തിൽ തമ്പുരാൻ ഇന്നുണ്ട്. ഇത് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, പിന്നെയോ ഇന്ന് പരിശുദ്ധ സഭയിൽ കർത്താവ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്നതായ ഫ്രാൻസിസിന്റെ മുൻപിൽ അവൻ പ്രത്യക്ഷപ്പെട്ടത് ഒരു കുഷ്ഠരോഗിയുടെ രൂപത്തിലാണ്. വിശുദ്ധയായ മദർ തെരേസയുടെ മുമ്പിൽ അനേകം രോഗികളുടെ രൂപത്തിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു.
അങ്ങനെ അവരിൽ യേശുവിനെ കാണുവാൻ സാധിച്ചത് എല്ലാ ദിവസവും 1 മണിക്കൂർ മുമ്പിൽ 1 മണിക്കൂർ കർത്താവിൻ്റെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അവൾ ഇരുന്ന് ശക്തിപ്പെട്ടത് കൊണ്ടാണ്. പരിശുദ്ധ സഭയിൽ ഇന്ന് പരിശുദ്ധ കുർബാനയുടെ രൂപത്തിൽ അവൻ പ്രത്യക്ഷപ്പെടുന്നു. ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളും ക്രിസ്തുവായി മാറ്റപ്പെടുന്നു. അവൻ ക്രിസ്തുവായി മാറ്റപ്പെടുകയാണ്. ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തുകൊണ്ട് അവൻ വാഴ്ത്തി നൽകുന്ന തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളും ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ കാണാൻ, ഉത്ഥാനം ചെയ്ത കർത്താവിനെ കാണാൻ നമ്മൾ പരസ്പരം നോക്കിയാൽ മാത്രമേ. നമ്മുടെ ഓരോരുത്തരുടെയും രൂപത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാരുടെ രൂപത്തിൽ, അതേപോലെ അവരുടെ ശബ്ദത്തിലൂടെ, അവരുടെ നിർദ്ദേശങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതേപോലെ ഓരോ ഇടങ്ങളിലേക്കും പോകുമ്പോൾ ഓരോ സാഹചര്യങ്ങളിൽ കർത്താവ് പ്രത്യക്ഷപ്പെടും. ചില പ്രതികൂലങ്ങളിലൂടെ കർത്താവ് ഇടപെടും നമ്മുടെ ജീവിതത്തിൽ. ഞാൻ പ്രാർത്ഥിച്ചതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് സംശയിക്കുമ്പോൾ, പ്രാർത്ഥിച്ചത് നടക്കാനുള്ളതായ മാർഗത്തിൽ നിന്റെ ചില ഇഷ്ടങ്ങൾ അല്ല, പിന്നെയോ ദൈവത്തിന് ഏറ്റവും ശ്രേഷ്ഠമായത് നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു, ഇതല്ല തരാനിരിക്കുന്നത് എന്നത് കാണിക്കുന്നതാണ് പ്രതികൂലാവസ്ഥ. ദൈവം നിന്നെക്കുറിച്ച് എന്താണോ പദ്ധതി ഇട്ടിരിക്കുന്നത് അതൊന്ന് ആക്കി തീർക്കുവാൻ വേണ്ടി നൽകുന്ന അവസരങ്ങളാണ് ചില ശത്രുക്കളുടെ രൂപത്തിൽ പോലും അവൻ പ്രത്യക്ഷപ്പെടും. യൂദാസ് ഒറ്റിക്കൊടുക്കണമെന്നത് അവൻ്റെ ജീവിതത്തിൽ അവനെക്കുറിച്ചുള്ളതായ ഹിതവും പദ്ധതിയുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ്റെ രക്ഷാകരമായ മാർഗത്തിലെ, അവൻ്റെ കുരിശിലേക്കുള്ളതായ ഒരു മാർഗമായി പോലും ഈ യൂദാസ് മാറുന്നുണ്ട്. പക്ഷേ ഞാനായി ആ യൂദാസ് ആകാതിരിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ദൈവം എനിക്ക് നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ഇതാണ് ഇന്ന് പരിശുദ്ധ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ തമ്പുരാൻ്റെ സാന്നിധ്യമുണ്ട്. അവൻ നമ്മളോട് കൂടെയായിരിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഭൂമുഖം നിറഞ്ഞിരിക്കുന്നു, അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു. ഈ ഉത്ഥാന പെരുന്നാളിൽ ഈ 2 സന്ദേശങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ഒന്ന്, നമ്മളും അവനെ പോലെ ഉത്ഥാനം ചെയ്യും. അവനോടുകൂടെ മഹിമയോട് കാണത്തക്കവണ്ണം നമ്മുടെ ആത്മാവിനെ വിശുദ്ധമായി സൂക്ഷിച്ച്, ആത്മാവ് കൊണ്ട് ശരീരത്തെ നിയന്ത്രിച്ച്, നമ്മുടെ ചുറ്റുപാടുമുള്ള സകല ജനപദങ്ങളിലും സകലരിലും ദൈവത്തിൻ്റെ മുഖം കണ്ട് ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ സമാധാനം സകലരിലേക്കും പകർന്നു കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷ്യമായി, ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ സാക്ഷ്യമായിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ ഉത്ഥാന പെരുന്നാളിൻ്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.